ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 5ാമത് മഹാസംഗമം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കോഴിക്കോട് മീനൂസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അശ്വരണർക്ക് ഒരു കൈത്താങ്ങ് എന്ന ആപ്തവാക്യവുമായി 2013 നവംബർ 1 കോഴിക്കോട്ടുള്ള സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി. സംഘടനയുടെ 5ാമത് മഹാസംഗമം കോഴിക്കോട് മീനൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. കിഡ്നി, ക്യാൻസർ, കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായവും വയനാട് ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് വേണ്ടി കൂട്ടം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനവും നടന്നു. കൂട്ടം അവാർഡ് വിതരണവും 101 സമ്മാന നറുക്കെടുപ്പും കൂട്ടം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ റിയാലിറ്റി ഷോ മത്സരാർത്ഥികളുടെ ഫലപ്രഖ്യാപനവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം RJD ദേശീയ ജനറൽ സെക്രട്ടറി നൌഷാദ് തോട്ടിങ്കര 101 കിഡ്നി ക്യാൻസർ രോഗികൾക്കും 31 കിടപ്പ് രോഗികൾക്കുമുള്ള ധനസഹായ വിതരണം ബാലന്മാരാർക്ക് നൽകി നിർവഹിച്ചു. ഒരു നല്ല ആശയം ഉദിച്ച് ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ദീർഘവിശ്വാസത്തോടുകൂടി ഒരു മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയ അദ്ദേഹത്തെ ഇതിന് അമരക്കാരനായി അദ്ദേഹത്തെ ഞാൻ ആദ്യമായി എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രണ്ടാമത് ഞാൻ ഈ കൂട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ കന്യാകുമാരി ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ കൂടിയാണ്. ഞങ്ങൾ തന്നെ ഏതൊരു ധീരവൃത്തിയായ തുളസിക്കല എന്ന് പറയുന്ന എന്റെ പ്രിയങ്കരിയായ എക്സിക്യൂട്ടീവ് മെമ്പർ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് മരണപ്പെട്ടത്. അവരെപ്പോഴും കൂട്ടത്തെക്കുറിച്ച് പറയുകയും കൂട്ടത്തെക്കുറിച്ചുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായവും അതുപോലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരുവിധം സാമാന്യ സാമ്പത്തിക നിലവാരമുള്ള ആളുകളെല്ലാം തന്നെ തുളസിക്കല ചോദിക്കുമ്പോൾ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ചോദിക്കുന്ന തുക കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ വിയോഗം ഒരു തീരാനഷ്ടമായി കുടുംബത്തിലെ നിന്നോടൊപ്പം തന്നെ എനിക്കും അതിയായ ലക്ഷ്യമാണ്. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തബാധിതരായ ഒരു കുടുംബത്തിന് കൂട്ടം നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം സിനിമാ താരം രമാദേവി നിർവഹിച്ചു. പരിപാടിയുടെ ധനശേഖരണാർത്ഥം കൂട്ടം വിതരണം ചെയ്ത കുടുക്ക സ്വീകരണം വൈഗയിൽ നിന്നും കുടുക്ക ഏറ്റുവാങ്ങി പ്രശസ്ത എഴുത്തുകാരി റീജ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടം കുടുംബാംഗങ്ങളുടെ അവയവദാന സമ്മതപത്രം കൂട്ടം ജോയിന്റ് സെക്രട്ടറി മോഹനൻ വെങ്ങലോടിയിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രശസ്ത പിന്നണി ഗായിക ആൻസിയ നിസാം ഉദ്ഘാടനം ചെയ്തു. 2026 കൂട്ടം ഡയറി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ആർജിത പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കൂട്ടം ചീഫ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൂട്ടം സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മോഹനൻ വെങ്ങലോടി നന്ദിയും പറഞ്ഞു. കൂട്ടം അവാർഡുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വോയിസ് ഓഫ് കൂട്ടം കലാകാരന്മാരുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.